ഇടുക്കിയിൽ മികച്ച സേവനം കാഴ്ചവെച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആദരിച്ച് വനംവകുപ്പ്. അതിർത്തി മേഖലയിലെ ചന്ദനമോഷണം കേസുകളിൽ വിദഗ്ധ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർക്കും കൊച്ചറ മയിലാടുംപാറയ്ക്ക് സമീപം കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുവാൻ നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെയുമാണ് കോട്ടയം ഡിഎഫ്ഒ അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റ്. അതിർത്തി മേഖലകളിൽ ചന്ദനമോഷണം പതിവായതോടുകൂടി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. ഈ സംഘത്തിന്റെ പ്രവർത്തനത്തെ തുടർന്ന് നിരവധി ചന്ദനമോഷണ കേസുകളിൽ തുമ്പുണ്ടാക്കുവാനും പ്രതികളെ പിടികൂടുവാനും കഴിഞ്ഞ ദിവസവും ചന്ദനമോഷണത്തിന് ശേഷം വിൽപ്പനയ്ക്ക് ശ്രമിച്ച പ്രതികളെ സംഘം പിടികൂടിയിരുന്നു. ഇതോടുകൂടി മേഖലയിലെ ചന്ദനമോഷണത്തിന് ഒരു പരിധിവരെ തടയിടുവാൻ വനം വകുപ്പിനായി. 2 ചന്ദന കേസുകളിൽ 9ഓളം പേരെ അറസ്റ്റ് ചെയ്യുകയും 150 കിലോയോളം ചന്ദനം കണ്ടെടുക്കുകയും 2 വാഹനങ്ങൾ പിടിച്ചെടുക്കുവാനും സംഘത്തിനായി. അന്വേഷണ സംഘത്തിൽ മികച്ച സേവനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥരായ സ്പെഷ്യൽ സ്ക്വാഡ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോജി എം ജേക്കബ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ PS നിഷാദ്, ES ഷൈജു എന്നിവരെയും കഴിഞ്ഞ ദിവസം കൊച്ചറ മയിലാടുംപാറയ്ക്ക് സമീപം കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു. കടുവയോടൊപ്പം കുഴിയിലകപ്പെട്ട നായയെയും സംഘം രക്ഷപ്പെടുത്തി. ദുഷ്കരമായ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയതിനാണ് ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരായ ആദർശ് V നായർ, KV അഖിൽ, RRT വാച്ചർമാരായ പ്രവീൺ, കാർത്തിക്, അലിയാർ എന്നിവരെയും കോട്ടയം DFO N രാജേഷ് IFS അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.